അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ടിക്ടോക്കിൽ എങ്ങനെ ഫോളോവേഴ്സ് കൂട്ടാമെന്നുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അതായത് എങ്ങനെ നമ്മുടെ ടിക്ടോക്കിൽ ഫോളോവേഴ്സ് കൂട്ടാം എന്നൊരു അടിപൊളി ആപ്ലിക്കേഷൻ നമ്മുടെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാവുന്നതാണ്. അപ്പോൾ അത് എല്ലാവർക്കും യൂസ് ആവുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നേക്കുന്നത്, അതായത് എങ്ങനെ നമുക്ക് ടിക്ടോക്ക് ഫോളോവേഴ്സ് കൂട്ടാം. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ടുണ്ട്. ടിക്ടോക്ക് സ്റ്റാർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ അതിന് മുൻപായിട്ട് എൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനൊന്ന് പ്രൊഫൈൽ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ, ഫോളോവേഴ്സും ഫോളോയിങ് ഒന്നുമില്ല, പിന്നെ 50 ഹാർട്സും ഉണ്ട്. അപ്പോൾ എങ്ങനെ ഫോളോവേഴ്സ് കൂട്ടാമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ടിക്ടോക്ക് സ്റ്റാർ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ചിലർക്ക് ക്യാപ്ചയൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ക്യാപ്ചയൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചില ടെസ്റ്റൊക്കെ എൻ്റർ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഓൾറെഡി നേരത്തെ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്തത് കാരണമാണ് ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോൾ എനിക്കിത് ചോദിക്കാത്തത്. അപ്പോൾ നമുക്ക് ടിക്ടോക്കിൻ്റെ ഒരുപാട് യൂസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും, വ്യൂസ്, നമുക്ക് ഷെയർസ്, ഹാർട്സ്, ഫോളോവേഴ്സ്. അപ്പോൾ നമുക്കിവിടെ ഫോളോവേഴ്സാണ്, അതിൽ ഗ്രീൻ കളറിൽ കാണുന്ന യൂസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ യൂസർ നെയിം എന്താണോ അതൊന്ന് കോപ്പി ചെയ്യാം. ഇവിടെ എൻ്റെ യൂസർ നെയിം ഞാൻ ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ, ഇപ്പോൾ ടിക്ടോക്കിൽ നിന്ന് കോപ്പി ചെയ്യുന്നവർ അതിൻ്റെ അറ്റ് സിമ്പിൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ഓൾറെഡി അറ്റ് എന്നുള്ളത് കാണും. ഇനി ഇവിടെ നെക്സ്റ്റ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് അക്കൗണ്ടാണോ ഇല്ലയെന്ന് ഇവിടെ കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ കറക്റ്റ് അക്കൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻഡ് ഫോളോവേഴ്സ് എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 10 ഫോളോവേഴ്സ് സക്സസ്ഫുള്ളി ആയിട്ട് സെൻഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വർക്കിംഗ് ആണോ ഇല്ലയെന്നൊന്ന് നമ്മുടെ അക്കൗണ്ടിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യണുണ്ട് എൻ്റെ അക്കൗണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് 10 ഫോളോവേഴ്സ് നമ്മുടെ അക്കൗണ്ടിൽ സക്സസ് ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് പാസ്വേഡ് ഒന്നും തന്നെ കൊടുക്കേണ്ട, സെക്കൻഡറി ആയിട്ട് ഒരു അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വിത്തൗട്ട് ലോഗിനാണ് നമുക്ക് അക്കൗണ്ട് ഒന്നും തന്നെ ആഡ് ചെയ്യാതെ നമുക്ക് ഫോളോവേഴ്സൊക്കെ ഇതുപോലെ നമുക്ക് നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുമെന്നോ അങ്ങനെ അനോണിമസ് ആയിട്ട് യൂസേഴ്സൊക്കെ കയറുമെന്നോ ഒന്നിൻ്റെ പേടി തന്നെ വേണ്ട. അപ്പോൾ ഇതിനകത്ത് സക്സസ് ആയിട്ട് 10 ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം നമുക്കിതുപോലെ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഇതുപോലെ കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.